ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബ്ലൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു തന്തൂരി ചിക്കൻ ടിക്ക റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് നിങ്ങളെടുത്ത് പരിചയപ്പെടുത്താൻ എന്താ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്ന് സുനിയേട്ടൻ്റെ പിറന്നാളായ കാരണം കൊണ്ട് കുറച്ച് ടിക്കാസും കബാബും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കുഞ്ഞ് റെസിപ്പി പെട്ടെന്ന് ഒന്ന് ഓടിച്ചിട്ടെടുക്കുക. എൻ്റേതായ ഒരു ശൈലിയിലാണ് ഞാൻ ടിക്കാസ് ഉണ്ടാക്കണത്. പ്രോപ്പർ ടിക്കാസ് എങ്ങനെ ഉണ്ടാക്കണത് അതുപോലെയല്ല, എന്നാൽ എൻ്റേതായിട്ടുള്ളൊരു ഇതിലാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. മസാലയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട്. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തന്തൂരി ചിക്കൻ ടിക്കാസിന് വേണ്ടിയിട്ടുള്ള പൊടി ഐറ്റങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി 1 സ്പൂണ് അരച്ചത്, 1.5 സ്പൂണ് ഗാർലിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂണ് ജീരകം പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂണ് കുരുമുളക്, പിന്നെ ചാറ്റ് മസാല 1/2 ടീസ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, പിന്നെ തന്തൂരി മസാല 1 സ്പൂണ്, ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് തൈര് ചേർക്കണം. പുളിയില്ലാത്ത കട്ട തൈര് ചേർക്കണം കേട്ടോ. അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീര്, ഒരു വലിയ സ്പൂണ് ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1/2 കിലോ ചിക്കനാണ് ടിക്കാസിന് വേണ്ടിയിട്ട് അവിടെ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് തൈര് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കട്ടോ, നിങ്ങളുടെ ആവശ്യത്തിന്. അങ്ങനെ ഞാൻ പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലെമണും ഒഴിച്ച് കൊടുത്ത്, എന്നിട്ട് ഈ പൊടിയും ഒക്കെ ചേർത്ത്, മസാലപ്പൊടീസ് ഉണ്ടല്ലോ ഒക്കെ ചേർത്ത് ചിക്കനിൽ ആദ്യം ഒന്ന് ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഉപ്പുണ്ടോ നോക്കുക. ഇതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചിക്കൻ ഇട്ടിട്ട് നന്നായി കൈ വെച്ചിട്ട് മസാല പിടിച്ചതിന് ശേഷം ഇതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും സവാളയും അതുപോലെ തക്കാളിയുടെ സീഡ് ഉള്ളിലത്തെ അത് കളഞ്ഞിട്ടുള്ള തൊൽഭാഗം ഉണ്ടല്ലോ, കട്ടിയുള്ള ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുക. ഞാൻ അതിൽ കൂടുതൽ ഇരുന്നിച്ചിട്ട് കുഴപ്പമൊന്നും വരുന്നില്ല. ഇത് ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച്, ഞാൻ എയർ ഫ്രയറിലോ ഓവനിലോ എല്ലാം ഉണ്ടാക്കണം, അടുപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒലിവ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യണത്, കോക്കനട്ട് ഓയിലല്ല, ഒലിവ് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബട്ടറുമാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒലിവ് ഓയിലും ബട്ടറും ചേർത്തിട്ട് വേണം നമുക്ക് ടിക്കാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ടിക്കാസ് ഇതുപോലെ സ്റ്റിക്കിൽ കോർത്ത് ആദ്യം സവാള ചേർത്ത്, പിന്നെ ചിക്കൻ ഇട്ട് ഇത് കുത്തി കൊടുക്കുക. അതിന് ശേഷം ക്യാപ്സിക്കം അങ്ങനെയൊക്കെ ഇതാക്കിയിട്ട് വേണം ടിക്കാസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ഭാഗം സൈഡ് വെന്ത് കഴിഞ്ഞതിന് ശേഷം മറുഭാഗം ഇട്ട് കൊടുക്കുക. പിന്നെ സൈഡുകളിട്ട് ഇങ്ങനെ വേവിക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം, തീയിൽ വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഹീറ്റിൽ പെട്ടെന്ന് ഇതാവണ്ട, മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ടിക്കാസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് രുചിയായിട്ടുള്ള ടിക്കാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയൂ. കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലവ് യു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.